കോതമംഗലത്ത് യുവാവിന്റെ മരണത്തിൽ വലിയ വഴിത്തിരിവ് അന്വേഷണത്തിൽ ഉണ്ടാവുകയാണ്. 38-കാരനായ അൻസലിനെ വിഷം നൽകി കൊലപ്പെടുത്തി എന്നതാണ് പോലീസ് ചോദ്യം ചെയ്യലിൽ പെൺസുഹൃത്ത് ഇപ്പോൾ സമ്മതിക്കുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മരണകാരണം വിഷം ഉള്ളിൽ ചെന്നതാണെന്ന് തെളിഞ്ഞാൽ പെൺകുട്ടിയുടെ അറസ്റ്റ് ഉടനുണ്ടാകും. ഇപ്പോൾ ഒരു ബന്ധു സംസാരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ആളുടെ ഉള്ളിൽ വിഷമത്ത് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആംബുലൻസിൽ വെച്ച് പുള്ളി പറഞ്ഞു, പുള്ളിയുടെ കൊണ്ടുപോയത് പുള്ളിയുടെ സഹോദരൻ തന്നെയാണ്. ആംബുലൻസിൽ വെച്ച് പറഞ്ഞു ബ്ലഡ് ഈ വിഷം അവർക്ക് എല്ലാവരും കൂടി ഒഴിച്ചു കൊടുക്കുക അകത്ത് പോയിട്ടുണ്ട്. പുള്ളി പറഞ്ഞത് 500 ml അകത്ത് പോയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷേ ആ ഡോക്ടർ പരിശോധിച്ച് കഴിയുമ്പോൾ 300 ml അകത്തുണ്ട്. അതങ്ങനെ പറഞ്ഞില്ല, നമുക്കത് കറക്റ്റായിട്ട് വിവരം കിട്ടിയിട്ടില്ല. അത് അവരുടെ വീട്ടിൽ വെച്ചാ ആള് ജീവിതം തീരുന്ന പറഞ്ഞില്ല. ഇത് ഒരുപാട് ഇത് അളവ് കൂടുതൽ അവരുടെ ശരീരത്തിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. പെണ്ണ് പുറത്തുനിന്ന് തന്നെയാണ് പറഞ്ഞേക്കുന്നത്. ഇവർക്ക് സൗഹൃദം സാമ്പത്തികമായിട്ട് ചെറിയ ഇടപാട് കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഇതിനു മുമ്പ് ചെറിയ വിഷയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പെൺകുട്ടീന് ഇതിനു മുമ്പായിട്ട് വീട്ടിൽ പോയിട്ട് ചെറിയ മർദ്ദനമൊക്കെ ആ പെണ്ണായിട്ട് ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ പേരിൽ ചെറിയ കേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് അത് തീർത്തതൊക്കെ ആയിരുന്നത്. അപ്പോൾ ഈ ഉമ്മാനെ വിളിച്ചിട്ട് ഈ പെങ്കൊച്ച് പറഞ്ഞിട്ടുണ്ട്, ഈ നിന്നെ മോനെ വിഷം കൊടുത്ത് കൊല്ലുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അന്നാണോ പറഞ്ഞാൽ? അതറിയില്ല, ഇതിലാന്നറിയില്ല. അവരുടെ വീട്ടിൽ പോയ സമയത്താണോ വിഷം കൊടുത്തത്? ഇല്ല, അവക്കടെ വീട്ടിൽ ചെന്ന് എങ്ങനെയാന്നുള്ളത് നമുക്ക് അറിയില്ലത്. സാർമാരെ ഇവൻ വിളിച്ചാണ് പോലീസുകാരെ അറിയുന്നത്. ഇവള് ഞങ്ങളുടെ വീട്ടിലേക്ക് അവർക്കടെ വീട്ടിലേക്ക് മോനെയും ഉമ്മാനെയും വിളിച്ചിട്ട് പറഞ്ഞു, മോനെ ഇങ്ങനെ വിഷം കടത്തി ഇവിടെ കിടപ്പുണ്ട്, എടുത്തോണ്ട് പൊക്കോട്ട് വന്നു പറഞ്ഞു. ആ പെണ്ണ് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇല്ല, ഞങ്ങൾ അറിഞ്ഞത് എങ്ങനെയാ വെച്ചാൽ അവനെ വിളിച്ച് പറഞ്ഞപ്പോൾ അവൻ ആദ്യം വിചാരിച്ചു ഇവള് ചുമ്മാ പറയണമെന്ന് വിചാരിച്ചു. പിന്നീടായപ്പോൾ ഇവള് വീട്ടിലേക്ക് കൂടി വിളിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് ഇതായി. അപ്പം നേരെ ഇവൻ ചെന്ന് കഴിഞ്ഞപ്പോഴേക്ക് നേരെ ഹോസ്പിറ്റലിലേക്ക് ഇവൻ പോലീസുകാരനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആര്? ഈ അൻസൽ എന്ന് പറയുന്ന ആൾ. അപ്പോൾ ഇവൻ നേരെ കോതമംഗലത്തേക്ക് ഹോസ്പിറ്റലിലേക്ക് ചെന്നു. അപ്പോഴത്തേക്ക് അനിയനെ കെട്ടി പേര് കോതമംഗലത്തെ എല്ലാവരും വിളിച്ചാൽ എന്ത് തന്നതാന്ന് പറഞ്ഞു. യുവാവിന്റെ മരണം പെൺസുഹൃത്ത് വിഷം നൽകിയാണ്. ഇതാണിപ്പോൾ പോലീസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തുന്നത്. അൻസലിന്റെ ബന്ധുക്കളാണ് സംസാരിക്കുന്നത്. സ്നേഹമോൾ ലൈനുണ്ട്. സ്നേഹ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അൻസലിന്റെ ബന്ധുക്കൾ സംസാരിക്കുകയായിരുന്നു. കുറച്ചു കാലമായി ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വിഷം കൊടുത്ത് കൊന്നതാണ് എന്നിപ്പോൾ ഏറെക്കുറെ ഉറപ്പാകുന്നു. പോലീസിനോട് ഈ പെൺസുഹൃത്ത് അക്കാര്യം സമ്മതിച്ചു എന്നാണല്ലോ അവിടെ നിന്ന് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. അറസ്റ്റ് രേഖപ്പെടുത്തിയോ? എപ്പോഴേക്കും ഈ ശാസ്ത്രീയമായ പരിശോധനാ ഫലമൊക്കെ ലഭിക്കും? രതീഷ്, ഇതുവരെ പെൺകുട്ടിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല. ചേലോട് സ്വദേശിയായ പെൺകുട്ടി നിലവിൽ കോതമംഗലം പോലീസിന്റെ കസ്റ്റഡിയിൽ തന്നെ തുടരുകയാണ്. പോസ്റ്റ്മോർട്ടം നടത്തി തുടർന്നുള്ള ശാസ്ത്രീയ റിപ്പോർട്ടുകൾ പുറത്തു വന്ന് വിഷം ഉള്ളിൽ ചെന്നതാണ് മരണകാരണം എന്ന് തെളിഞ്ഞാൽ മാത്രമേ ഈ പെൺകുട്ടിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയുള്ളൂ. ഏതായാലും പ്രാഥമികമായ ചോദ്യം ചെയ്യലിൽ വിഷം നൽകിയതാണെന്ന് തന്നെ പെൺകുട്ടി സമ്മതിച്ചിട്ടുണ്ട്. ബന്ധുക്കളും അത് തന്നെയാണ് പറഞ്ഞത്. ഈ യുവാവിന് അൻസലിന് വിഷം കൊടുത്തതിന് ശേഷം ഈ അൻസലിൻ്റെ അമ്മയെ വിളിച്ച് പറയുകയുണ്ടായി. ഇത്തരത്തിൽ താൻ അൻസലിന് വിഷം കൊടുത്തിട്ടുണ്ട് എന്ന് പറയുകയുണ്ടായി. ശേഷം ഈ അൻസൽ തന്നെയാണ് ബന്ധുക്കളെ മറ്റ് സുഹൃത്തുക്കളെയും വിവരം അറിയിച്ചത്. ഈ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ തന്നെ ഈ സ്ഥലത്തെത്തി. അതായത് 30-ാം തീയതി പുലർച്ചയോടുകൂടി തന്നെ അൻസലിനെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ഏതായാലും അൻസലിൻ്റെ സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും ഒക്കെ തന്നെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ അൻസലിനെ സംബന്ധിച്ച് പോലീസ് പറയുന്നത് നിരവധി NDPS കേസുകളിൽ പ്രതിയാണ് എന്നതാണ് പറയുന്നത്. ഈ ബന്ധുവായ ഈ പെൺകുട്ടിയുമായി ഏറെ നാളായി തന്നെ അടുപ്പത്തിലായിരുന്നു. അൻസൽ വിവാഹിതനാണ്, മക്കളും ഉണ്ട് എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. ഇതിനിടെ ഇവർക്ക് ചില അസ്വാരസ്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അതുതന്നെയാണ് ഇത്തരത്തിൽ ഈ അൻസലിനെ ഈ വിഷം കൊടുത്ത് കൊലപ്പെടുത്താനായിട്ട് ഇടയായതെന്നാണ് പറയുന്നത്. ഈ ചേലാട് ഭാഗത്തു നിന്നുള്ള ഒരു കടയിൽ നിന്ന് തന്നെയാണ് വിഷം വാങ്ങിയത് എന്ന് പെൺകുട്ടി സമ്മതിക്കുമ്പോൾ അത്തരത്തിലുള്ള ഈ തെളിവുകളൊക്കെ തന്നെയും പോലീസ് ശേഖരിച്ചിട്ടുമുണ്ട്. ആ കുപ്പിയൊക്കെ തന്നെയും കണ്ട് എടുത്തിട്ടുമുണ്ട്. ഏതായാലും
ഇതൊരു കൊലപാതകമാണ് എന്ന് തന്നെ വ്യക്തമാക്കിയിരിക്കുന്നതിലും പോലീസ് കസ്റ്റഡിയിലാണ് നിലവിലുള്ളത്. ഈ പോസ്റ്റ്മോർട്ടത്തിനായി നിലവിൽ അൻസലിൻ്റെ മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ തന്നെ പോസ്റ്റ്മോർട്ടം ആരംഭിക്കും. അതിനുശേഷമായിരിക്കും പ്രാഥമിക വിവരങ്ങൾ ലഭിക്കുക. പക്ഷേ ഈ വിഷം ഉള്ളിൽ ചെന്നു എന്ന് ശാസ്ത്രീയ തെളിവുകളിൽ നിന്നും കണ്ടെത്തിയാൽ ഈ പെൺകുട്ടിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തും. ഈ പെൺകുട്ടി ഒരു ബലാത്സംഗ കേസിലെ പരാതിക്കാരിയാണ്. അതുകൊണ്ട് തന്നെ പേര് വിവരങ്ങൾ പുറത്തുവിടുന്നതിൽ മാധ്യമങ്ങൾക്ക് ചില നിയമ തടസ്സങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ പേര് വിവരങ്ങൾ പുറത്തുവിടാത്തത്. ഏതായാലും ഏറെക്കുറെ കൊലപാതകമാണ് എന്ന് തന്നെ ഒരു സ്ഥിരീകരണമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. രതീഷ്, ശരി, കോതമംഗലത്തെ അൻസിലിന്റെ മരണം കൊലപാതകമാണ് എന്ന നിഗമനത്തിലേക്ക് എത്തുകയാണ്. അറസ്റ്റ് ഉടനുണ്ടാകാനുള്ള സാധ്യത. സ്നേഹമോൾ നൈനാനാണ് വിവരങ്ങൾ നൽകിയത്.